ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ 3-ാം ദിവസം. നാളെ ചൊല്ലേണ്ട തിരുപ്പുകൾ, അതുപോലെ തന്നെ ഏതു കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ നാളെ ആ തിരുപ്പുകൾ ചൊല്ലുന്നത്, മാത്രമല്ല നമ്മൾ നാളെ വെക്കേണ്ട നൈവേദ്യം എന്താണ് എന്നതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാം. ആദ്യം തന്നെ പറയാം, നാളെ വ്രതത്തിൻ്റെ 3-ാം ദിവസമാണ്. ഈ 3-ാം ദിവസം എന്ന് പറയുമ്പോൾ പൂർണ്ണ വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവർക്ക് അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ ഒരു നേരം മാത്രം അരിയാഹാരം ഭക്ഷണം കഴിച്ചിരിക്കുന്നവർക്കും ചെറുതായിട്ടൊരു ക്ഷീണം തട്ടും. കാരണം രാവിലെ ഒരു നേരം മാത്രമാണ് നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചിരിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 2 നേരവും ഭക്ഷണം ഉപേക്ഷിച്ച് ഒരു നേരം മാത്രമാണ് കഴിക്കുന്നത് എങ്കിൽ ചെറുതായിട്ടുള്ള ക്ഷീണങ്ങൾ തട്ടുവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ നമ്മുടെ മനസ്സിൻ്റെ ബലം വർദ്ധിച്ചിട്ടുണ്ടാകും. കാരണം നമ്മൾ ആദ്യ ദിവസം ഈ വ്രതം തുടങ്ങാൻ സാധിക്കുമോ, അത് തുടർച്ചയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ, ഇടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയത്തോടു കൂടിയും, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമങ്ങളുണ്ട്, അത് തീർന്നു കിട്ടുവാൻ വേണ്ടിയാണ് മുരുകനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ മനോഭയം നമ്മുടെ മനസ്സിൽ നിന്ന് പരിപൂർണമായും മാറിയിട്ടുണ്ടാകും. മാത്രമല്ല 3-ാം ദിവസമാകുമ്പോഴേക്കും നമ്മൾ സദാസമയവും മുരുക 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 എന്നുള്ള ആ തിരുനാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുവാനും സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഇനി ചിലർ, ഞാൻ വ്രതം അനുഷ്ഠിച്ചു, പക്ഷേ ഇടയിൽ ഞാൻ പീരിയഡായി മാഡം, എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല. പീരിയഡ്സ് എന്ന് പറയുന്നത് നമ്മൾ തള്ളി വെക്കേണ്ട ഒരു കാര്യമൊന്നുമല്ലല്ലോ. ഇത് നമ്മൾ സ്ത്രീകൾക്ക്, അതായത് ശക്തി സ്വരൂപമാണ് നമ്മളെല്ലാവരും തന്നെ. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ഈ പീരിയഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഓർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ ഭഗവാനുണ്ട്. മനസ്സ് ശുദ്ധമാണ് എങ്കിൽ തീർച്ചയായും ഭഗവാൻ അവിടെ കുടികൊള്ളും. അതുകൊണ്ട് നിങ്ങൾ പൂജാമുറിയിൽ കയറാതെ, ദീപം തെളിയിക്കാതെ നിങ്ങൾക്ക് മുരുകൻ്റെ മന്ത്രങ്ങൾ, നാമങ്ങളെല്ലാം ജപിക്കാം. തിരുപ്പുകൾ ചൊല്ലാൻ പറ്റില്ല, വേൽമാറൽ മഹാമന്ത്രം ജപിക്കാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല. എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്നതിന് തുല്യം തന്നെയാണ് മുരുക എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അതോർത്തും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി 3-ാമതായിട്ടുള്ള സംശയം എന്താണ് എന്നാൽ, വെള്ളം കുടിച്ചോട്ടെ. ഞാൻ എപ്പോഴും നമ്മുടെ ചാനൽ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഒരു വ്രതവും നമ്മൾ അനുഷ്ഠിക്കാൻ ദൈവങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് നീര്, അതായത് വെള്ളം തുടർച്ചയായി കുടിക്കുന്നത് മുഖാന്തരം നമുക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഇനി 2 നേരവും ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല എന്നും പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സാരമില്ല, നമ്മളെക്കൊണ്ട് ഒരു നേരമാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല. ഭഗവാൻ അത് കേൾക്കും, ഭഗവാൻ അത് ഏൽക്കും എന്ന വിശ്വാസത്തോടു കൂടി ഒരു നേരമാണെങ്കിലും പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്കന്ദൻ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വ്രതത്തിൻ്റെ സംശയങ്ങളെല്ലാം മാറി കിട്ടിക്കാണുമല്ലോ. അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി, വീട്ടിൽ മറ്റുള്ളവർക്ക് നോൺ വെജ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ എന്ന്. കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇനി ചിലരുടെ വീട്ടിൽ അതിന് പറ്റില്ല, വീട്ടിൽ പ്രശ്നങ്ങളാകുമെന്നെല്ലാം പറയുകയാണെങ്കിൽ നിവർത്തിയില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാം. പിന്നീട് വീണ്ടും ഒന്ന് കുളിക്കുക, ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് അറിയാം നമ്മുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊന്നും ഓർത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട എന്ന് മാത്രമേ എനിക്കിവിടെ പറയുവാനുള്ളൂ. ഇനി നമ്മൾ 3-ാം ദിവസത്തിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച് കാണാം. 3-ാം ദിവസത്തിൽ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് നമ്മുടെ ഭഗവാനെ അലങ്കാരം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നൈവേദ്യമായിട്ട് നമ്മൾ തേൻ വയ്ക്കാം, അതുപോലെ തന്നെ പഴച്ചാറുകൾ, അതായത് ജ്യൂസുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വയ്ക്കാം. ഇനി അതുപോലെ തന്നെ തിനൈമാവ് നമുക്ക് വയ്ക്കാം, വെൺപൊങ്കൽ നമുക്ക് ഭഗവാന്റെ മുൻപിൽ വയ്ക്കാം. ഇതെല്ലാം നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ഞാൻ ഓരോ ദിവസത്തെയും നൈവേദ്യത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഭഗവാന്റെ മുന്നിൽ വെച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതോർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മനസ്സിലെ
ആ ഒരു ഭക്തി മാത്രമാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തവർ എപ്പോഴും പോലെ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണോ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന നിറവേറ്റി തരും. അതുപോലെ പലരും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷം ഞാൻ വ്രതം അനുഷ്ഠിച്ചു, പക്ഷേ എനിക്ക് കുട്ടികളുണ്ടായില്ല, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയില്ല, എനിക്കൊരു വീട് കിട്ടിയില്ല എന്നിങ്ങനെ വിഷമിക്കാതെ നമ്മളൊരു കാര്യം കൂടി ഞാൻ പറയാം. ജോലി അതുപോലെ സന്താന ഭാഗ്യം എന്നെല്ലാം തന്നെ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും. പക്ഷെ നമ്മളും നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമിക്കണ്ടേ? നമ്മൾ ശ്രമിക്കാതെ നമ്മൾ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടായില്ല എന്നെല്ലാം പറയുകയാണെങ്കിൽ അത് ശരിയായ രീതിയാണോ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പിന്നീട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. തീർച്ചയായും ഈ വർഷമെങ്കിലും മുരുക ഭഗവാൻ നമുക്ക് നല്ല ഒരു സന്താനത്തെ ആരോഗ്യത്തോടുകൂടി ഒരു കുട്ടിയെ തരും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഈ വഴിപാടുകളും പൂജകളും നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണുവാനും. കാരണം നമുക്ക് ഭക്തിയുണ്ട്, ഭഗവാൻ എന്നോടൊപ്പമുണ്ട്, എനിക്ക് ഭഗവാൻ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും എന്നതിലുപരി ഭഗവാൻ നമുക്ക് ഒരു വഴി കാണിച്ചു തരും. ഈ ഹോസ്പിറ്റലിൽ പോയാൽ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ശരിയായി കിട്ടുമെന്ന് നമുക്കൊരു വഴി കാണിച്ചു തരുമ്പോൾ ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അത് ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ശരി, അത് മാറിക്കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം കാര്യമാകില്ല. ഭഗവാൻ പലതരത്തിലുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും. നമ്മൾ അത് കറക്റ്റായ രീതിയിൽ കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ഞാനും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പൂജയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അപ്പോൾ നാളെ എന്താണ് നൈവേദ്യം വെക്കേണ്ടതെന്ന് കണ്ടു, പുഷ്പങ്ങൾ എന്താണ് എന്ന് കണ്ടു. ഇനി 3-ാം ദിനമാണ്. ഷഡ്കോണ കോലത്തിലെ വ എന്നുള്ള അക്ഷരത്തിൽ, ആദ്യം ഷ പിന്നെ ര പിന്നെ വ എന്നുള്ള അക്ഷരത്തിൽ ദീപം തെളിയിക്കുക. ഞാനെല്ലാം 6 ദീപവും തെളിയിക്കുന്നവരാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 6 ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾ മാത്രം തന്നെയാണ്. നെയ്ദീപം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നെയ്ദീപം തെളിയിക്കാം. അല്ലെങ്കിൽ നമ്മൾ 5 ദിവസവും എണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് 6-ാം ദിവസത്തിൽ നെയ്ദീപം തെളിയിച്ചാലും വളരെ ഉത്തമം തന്നെയാണ്. അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ ആ പുഷ്പങ്ങളെല്ലാം മാറ്റി, അരിമാവ് കൊണ്ടിട്ടിരിക്കുന്ന കോലമെല്ലാം മാറ്റി ശുദ്ധമാക്കി പുഷ്പങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടതിനു ശേഷം കോലമെല്ലാം ഇട്ട് ദീപം തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണ്? അതായത് നിങ്ങൾക്ക് തിരുപ്പുകൾ ചൊല്ലാൻ സാധിക്കുന്നില്ല, വേൽമാറൽ മഹാമന്ത്രം ജപിക്കാൻ സാധിക്കുന്നില്ല, സ്കന്ദഗുരു കവചം പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല, കന്ദർ അനുഭൂതി ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറയുകയാണെങ്കിലും സാരമില്ല. ഓം സൗം ശരവണ ഭവ, ഓം സൗം ശരവണ ഭവ, ഓം സൗം ശരവണ ഭവ എന്നുള്ള ഒറ്റ വരി മന്ത്രം മാത്രം നമ്മൾ ചൊല്ലിയാൽ മതിയാകുന്നതാണ്. എത്ര പ്രാവശ്യം ചൊല്ലണം? 308 പ്രാവശ്യം രാവിലെയോ വൈകുന്നേരമോ ഭഗവാന്റെ മുൻപിൽ ദീപം തെളിയിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഓം സൗം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാം. എണ്ണം കണക്കിലെടുക്കുവാനായി മണിമാലകൾ, സ്ഫടികമാല, താമരമണിമാല എന്നിവയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 308 പൂക്കൾ എടുത്ത് തയ്യാറാക്കി വെച്ച്, എണ്ണം കണക്കിലാക്കി പൂക്കൾ എടുത്ത് തയ്യാറാക്കി വെച്ച് ഓരോ പൂക്കളും ഓം സൗം ശരവണ ഭവ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തിരുപാദത്തിലേക്ക് സമർപ്പിക്കാം. ഇനി ഈ 3 ദിവസവും വേലുണ്ട്, ഞാൻ അഭിഷേകം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ 3-ാം ദിനത്തിൽ നമുക്ക് വേൽ അഭിഷേകം ചെയ്യാവുന്നതാണ്. എന്തെല്ലാം കൊണ്ട് അഭിഷേകം ചെയ്യാം? പാൽ, പനിനീർ, പഞ്ചാമൃതം, തേൻ, ശുദ്ധമായ ജലം, ഭസ്മം വെള്ളത്തിൽ കലർത്തിയത്, ചന്ദനം വെള്ളത്തിൽ കലർത്തിയത്, കുങ്കുമം വെള്ളത്തിൽ കലർത്തിയത്, അതുപോലെ തന്നെ നമുക്ക് തൈര് എന്നിവ കൊണ്ടെല്ലാം അഭിഷേകം ചെയ്യും. ഇതിൽ ഏതെങ്കിലും 3 സാധനങ്ങളോ 1 സാധനങ്ങളോ നമ്മുടെ കയ്യിൽ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഉള്ളത് വെച്ച് നമുക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണാം. ഇനി നമ്മൾ നാളെ ചൊല്ലേണ്ട തിരുപ്പുകഴിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഈ തിരുപ്പുകൾ എന്തിനു വേണ്ടിയാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം നമുക്ക് കാണാം. അതായത് പലരും പറയുന്ന ഒരു കാര്യമാണ്, കുടുംബത്തിലൊരു സമാധാനമില്ല, സന്തോഷമില്ല, എത്ര രൂപ കൊണ്ടുവന്നാലും തികയുന്നില്ല, പാഴ്ചിലവുകൾ വർദ്ധിക്കുകയാണ്, കടം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് ശക്തി കൂടെ ഉള്ളതുപോലെ തോന്നുന്നു, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല എന്നെല്ലാം പലരും പറയുന്ന ഒരു കാര്യമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നിറവേറി കിട്ടുന്നില്ല എന്നെല്ലാം വിഷമം. നമ്മുടെ
ആകെ മൊത്തത്തിൽ നമ്മൾ തളർന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു അത്ഭുത തിരുപ്പുകഴിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഏത് കാര്യം തൊട്ടതെല്ലാം പൊന്നാക്കും ഈ ഒരു തിരുപ്പുകൾ നമ്മൾ നിത്യവും ജപിച്ചാൽ എന്നാണ് പറയുന്നത്. ജോലി വേണോ, അത് ലഭിക്കും. സന്താന ഭാഗ്യം വേണോ, അത് ലഭിക്കും. സ്വന്തമായൊരു വീട് വേണോ, അത് ലഭിക്കും. തൊഴിൽ തുടങ്ങണോ, അതും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നു കിട്ടും. ആഗ്രഹിച്ച ആളുകൾ വിവാഹം ചെയ്യണോ, അതും നടക്കും. കുടുംബത്തിൽ സമാധാനമില്ല, സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കണോ, അതും നടക്കും. ഇങ്ങനെ എന്തും നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു തിരുപ്പുകൾ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചൊല്ലുന്ന തിരുപ്പുകൾ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു തിരുപ്പുകളാണ് തിരുച്ചെന്തൂർ തിരുപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. ആദ്യം ഞാൻ വരികൾ പറയാം. പലരും നമ്മുടെ വീഡിയോകൾ മുഴുവനായി കാണാതെ വരികൾ എഴുതിയിടൂ എന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വരികൾ എഴുതിയിട്ട് തന്നെയാണ് തിരുപ്പുകൾ പറയുന്നത്, അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അതിൽ എഴുതിയിട്ടിട്ടുണ്ടോ അല്ലയോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തിരുച്ചെന്തൂർ തിരുപ്പുകൾ കാണാം. കഴിഞ്ഞ വർഷവും ഞാൻ ഈ തിരുപ്പുകഴിനെ കുറിച്ച് പറഞ്ഞതാണ്, അതിനിടയിലും ഞാൻ ഈ തിരുപ്പുകഴിനെ കുറിച്ച് പറഞ്ഞതാണ്. എങ്കിലും സ്കന്ദഷഷ്ഠി എന്ന് പറയുമ്പോൾ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന ഒരു തിരുപ്പുകളാണ് തിരുച്ചെന്തൂർ തിരുപ്പുകൾ. കാരണം എന്താണ്? ശൂരനെ വധം ചെയ്യുവാനായിട്ട് പോകുന്ന സമയത്ത് മുരുക ഭഗവാൻ വിശ്രമിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ. ഈ തിരുച്ചെന്തൂരിലാണ് ഭഗവാൻ പഞ്ചശിവലിംഗത്തെ നിർമ്മിച്ച് ആ പഞ്ചശിവലിംഗം, അതായത് ശൂരപത്മാസുരനെല്ലാം വധം ചെയ്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് പേരെ വധം ചെയ്തു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ബ്രഹ്മഹത്യ ദോഷം എന്നൊന്നുണ്ട്. അത് തീർന്നു കിട്ടുവാൻ വേണ്ടി ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? തൻ്റെ പിതാവായ ശിവഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് പഞ്ചലിംഗം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കണമല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള വേല് കൊണ്ട് അവിടെ നാഴിക്കിണറും കുത്തി അതിലെ വെള്ളത്തിൽ കുളിച്ച് ഭഗവാന് തൻ്റെ കയ്യിലുള്ള ഒരു പുഷ്പം, അതൊരു താമരപ്പൂവായിരുന്നു. ആ താമരപ്പൂ തൻ്റെ പിതാവിന് സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്ന സമയത്ത് സ്വാമി എന്നുള്ള ഒരു വിളി കേട്ട് പെട്ടെന്ന് തന്നെ ആ പൂ തൻ്റെ പിതാവിന് പോലും സമർപ്പിക്കാതെ നമ്മുടെ മുരുക ഭഗവാൻ തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദേവാദിദേവന്മാരാണ് സ്വാമി എന്ന് വിളിച്ചിരിക്കുന്നത്. ഇത്രയും കാലം ഇവർക്ക് വേണ്ടിയാണ് ശൂരപത്മാസുരനെ സംഹാരം ചെയ്യുവാൻ വേണ്ടി, അതായത് മുരുക ഭഗവാന്റെ ജനനം എന്ന് പറയുന്നത് തന്നെ ശൂരപത്മാസുരനെ സംഹാരം ചെയ്യുവാൻ വേണ്ടിയുള്ളതാണല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ പോർ ചെയ്ത്, അതായത് യുദ്ധം ചെയ്ത് വിജയിച്ചു വന്നിരിക്കുന്നത്. വീണ്ടും ഇവർ എന്തു പ്രശ്നത്തിലാണോ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ള സംശയത്തോടു കൂടിയാണ് ഭഗവാൻ തൻ്റെ കയ്യിലുള്ള പുഷ്പത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോഴും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുതവർക്ക് അറിയുവാൻ സാധിക്കും, ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പൂ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ പൂജാമൂർത്തി എന്ന് വിളിക്കുന്നത്. ഇതിനർത്ഥം എന്ന് പറയുന്നത് ദേവാദിദേവന്മാർ സ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കിയ മുരുക ഭഗവാൻ നമ്മൾ ഉരുകി മുരുക എന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളെ അവഗണിക്കുന്നത്? തീർച്ചയായും നമ്മളെ തള്ളിക്കളയുവാൻ ഭഗവാനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി മുരുക എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുവാൻ സാധിക്കുന്ന തിരുച്ചെന്തൂർ തിരുപ്പുകൾ ഏതാണ് എന്ന് കാണാം. ഞാൻ എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇവിടെ പാടുന്നത്. ശബ്ദം ശരിയില്ല, അതുപോലെ രീതിയില്ല എന്നൊന്നും പറഞ്ഞ് എന്നെ കളിയാക്കാൻ വരരുത്. ഞാൻ പാടാം, ഒന്ന് കേട്ടു നോക്കും. തണ്ടയണി വെണ്ടയും കിൻകിണി സദങ്കയും തൺകടൽ സിലമ്പുടൻ കൊഞ്ചുവേനിൻ തന്തയിനെ മുൻപരിന്തിൻപു വരി കൊണ്ടുനൻ സന്തടമണന്തു നിன்றன்பு പോലെ കണ്ടുരകടമ്പുടൻ സന്തമകുടങ്ങളും കഞ്ചമലർ ചെങ്കയും സിന്ധുവേലും കൺകളും മുഖങ്ങളും ചന്ദിരനിരങ്ങളും കൺകുളിരൻ എന്തൻ മുൻ സന്ധിയാവോ പുണ്ടരികരണ്ടമും കൊണ്ട പകിരണ്ടമും പൊങ്കിയഴ വെങ്കളை கொண்ட போது பொன்கிரியணஞ்சிரன் தெங்கின் மவளந்தமுன் புண்டரிகள் தந்தையின் சிந்தை கூற கொண்ட நடனம்பதன் செந்திலும் எந்தன் முன் கொஞ்சி நடனம் கொளும் கந்த வேளே கொங்கை குரமங்கையின் சந்தமணம் உண்டிடும் கும்பமுனி கும்பிடும் தம்பிரானே കുംഭമുനി കുമ്പിടും തമ്പിരാനേ കുംഭമുനി കുമ്പിടും തമ്പിരാനേ. കുഞ്ഞുങ്ങൾ
അണിയുന്ന തണ്ടയും അതുപോലെ തന്നെ യോദ്ധാക്കൾ അണിയുന്ന വെണ്ടയും മാത്രമല്ല കിൺകിണി ചതങ്ക ചെറിയ മുത്തുള്ള ആ ഒരു ചലങ്ങയും മാത്രമല്ല കഴൽ ചിലമ്പ് എന്നിവയെല്ലാം അണിഞ്ഞ് കൊഞ്ചി ഒലിക്കുന്ന ആ ഒരു തിരുപാദങ്ങൾ കൂടാതെ മാത്രമല്ല തന്ത എന്ന് പറയുമ്പോൾ പിതാവാകിയ ശിവഭഗവാന്റെ മുൻപിൽ കൊഞ്ചിക്കുഴഞ്ഞു നടക്കുന്ന മുരുക ഭഗവാനെ ശിവഭഗവാൻ ഈ ലോകത്തിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല, പക്ഷെ മുരുക ഭഗവാൻ പറഞ്ഞാൽ കേൾക്കും. കാരണം ദേഷ്യം കൂടുതലാണല്ലോ, ഒരു പഴത്തിന് വേണ്ടിയാണല്ലോ ഭഗവാന്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ട് പഴനിയിലേക്ക് ഓടി വന്നത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെയല്ലേ പഴനിയിൽ വന്ന് ഇരിക്കുന്നത്. എനിക്ക് പറഞ്ഞൊരു നാട്, എനിക്ക് പറഞ്ഞ മക്കൾ എന്നെല്ലാം പറഞ്ഞ് ആ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ അച്ഛനെ പേടിപ്പിച്ച് നിർത്തിയ ഒരാളാണ് നമ്മുടെ മുരുക ഭഗവാൻ അല്ലേ. പക്ഷേ മുരുക ഭഗവാൻ കൊഞ്ചി സംസാരിക്കുമ്പോൾ ശിവഭഗവാൻ അത് കേൾക്കാൻ വളരെയധികം താല്പര്യമാണ്. ആ കൊഞ്ചൽ കേൾക്കാൻ ശിവഭഗവാനും പാർവതി ദേവിയും കാത്തിരിക്കുകയാണ്. അപ്പോൾ മുരുക ഭഗവാൻ കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുമ്പോൾ ചേർത്ത് പിടിച്ച് നിർത്തും അത്ര. അമ്മയും അച്ഛനും ചേർന്ന് നമ്മുടെ വീട്ടിലെ മക്കൾ എങ്ങനെയാണോ അതുപോലെ ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കണ്ണുകൾക്ക് കുളിരേകുവാൻ വേണ്ടി എങ്ങനെയാണ് കടമ്പും അഴകിയ മണിമകുടങ്ങളും, അതായത് താമര പോലുള്ള മുഖങ്ങളും ചെറിയ കുഞ്ഞു കൈകളും അതിലെ കടമ്പും മണിമകുടവും മാത്രമല്ല കൊടിയും വേലും എല്ലാം കണ്ട് നമ്മുടെ കണ്ണുകൾ തന്നെ ഇങ്ങനെ ഭ്രമിച്ച് നോക്കി നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. കൂടാതെ പന്നിരു കണ്ണുകൾ, ഒരു കണ്ണ് ഭഗവാനുണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര നോക്കി നിന്നാലും മതിയാകില്ല. 12 കണ്ണാണ് ഇവിടെ ഉള്ളത്. ഈ 12 കണ്ണും 6 തിരുമുഖങ്ങളും മാത്രമല്ല ആരുടെ നിറമാണ്? ചന്ദ്രഭഗവാന്റെ നിറമാണ്. നമ്മുടെ മുരുക ഭഗവാൻ ആരുടെ നിറമാണ്? ചന്ദ്രഭഗവാന്റെ നിറമാണ്. ആ ഭംഗിയോടുകൂടി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കുമര എന്ന് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ മുരുക ഭഗവാനെ എങ്ങനെയെല്ലാമാണ് വർണ്ണിക്കുന്നത് അല്ലേ, ആരോടൊപ്പമെല്ലാമാണ് ഉപമിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബ്രഹ്മൻ പടൈത്ത ലോകം, അതായത് പുണ്ടരികർ അണ്ടമും കൊണ്ടപകി രണ്ടമും പൊങ്കിയേഴ വെങ്കളെ കൊണ്ടപോത് എന്ന് പറയുമ്പോൾ ബ്രഹ്മലോകം, ദേവലോകം, ചുറ്റുമുള്ള 14 ലോകങ്ങളും പൊങ്കി എഴുന്നൂന്ന് മുരുക ഭഗവാന്റെ യുദ്ധക്കളത്തിലെ യുദ്ധത്തെ കണ്ട് പേടിച്ച് വിറച്ചു പോയി എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ഈ യുദ്ധം കണ്ട് ആരെല്ലാമാണ് സന്തോഷിക്കുന്നത്? മാതാപിതാക്കളായ ശിവഭഗവാനും പാർവതി ദേവി മാത്രമാണോ? അല്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ശിവഭഗവാനാണെങ്കിലും പോലും മുരുക ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയം മാമന്മാർക്കാണ്. സാധാരണ നമ്മുടെ എല്ലാവരുടെയും മക്കളും മാമന്മാരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് മുരുക ഭഗവാന് ഏറ്റവും കൂടുതൽ ഈ യുദ്ധത്തിൽ ജയിച്ചു, വിജയം കൈവരിച്ചു എന്നറിയുമ്പോൾ, ഒരു യോദ്ധാവിനെ പോലെ അവിടെ നിൽക്കുന്നു എന്നറിയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെട്ടത് വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ പെരുമാൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മാലോൺ മയിലോൺ എന്ന് പറയുന്നത് അല്ലേ. മാലോൺ മയിലോൺ, മയിലോൺ എന്ന് പറയുമ്പോൾ മുരുക ഭഗവാനെയും മാലോൺ എന്ന് പറയുമ്പോൾ നാരായണ സ്വാമിയെയാണ് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലോൺ ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഇവർ രണ്ടുപേരെയും മുറുകെ പിടിച്ചോളൂ, വേറെ ആരെയും പിടിക്കേണ്ട ആവശ്യമില്ല. ലോണുകൾ, കടങ്ങൾ കൂടുതലുണ്ടെങ്കിൽ മുരുക ഭഗവാനെയും തിരുമാലിനെയും കൂടെ നിർത്തിയാൽ മതി, വേറൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന്. അങ്ങനെ മാമനും അതുപോലെ തന്നെ ചുറ്റുമുള്ള ബ്രഹ്മാവും എല്ലാവരും തന്നെ ഇന്ദ്രദേവനും എല്ലാവരും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ വിജയത്തോടുകൂടി നമ്മൾ ജയമെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എന്താ മുരുക ഭഗവാൻ ചെയ്ത്? ആ കുഞ്ഞു പാദങ്ങൾ വെച്ച് ആ കടലിൻ്റെ ആ സൈഡ്, ആ ഓരത്ത് നിന്നിട്ട് കുഞ്ഞു പാദങ്ങളിൽ ചിലമ്പെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യുവാണ്. അതായത് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു യോദ്ധാവായി നിന്ന വീരനാണ് ഈ യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വീണ്ടും ഒരു കുഞ്ഞായി മാറി നൃത്തം ചെയ്യുന്നത് എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളോട് പറയുകയാണ് അല്ലേ. അങ്ങനെ നൃത്തമെല്ലാം അവിടെ വെച്ച് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ കണ്ണുകൾക്കും കുളിർമയേകിയതിന് ശേഷം നമ്മുടെ മുരുക ഭഗവാൻ നേരെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തൻ്റെ ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും തിരഞ്ഞു പോയിരിക്കുകയാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നത് വള്ളി ദൈവാനിയാണ്. ഇവർ രണ്ടുപേരെയും മാറ്റി നിർത്തിയതിനു ശേഷമാണ് ഭഗവാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. യുദ്ധം വിജയിച്ചു കഴിഞ്ഞു, ഇനി വീണ്ടും ആ ശക്തി നമ്മളിലേക്ക് വരണം എന്ന് പറഞ്ഞ് നേരെ പോയത് തിരുത്തണി ക്ഷേത്രത്തിലേക്കാണ്, തിരുത്തണി മലയിലേക്കാണ്. മുരുക ഭഗവാൻ വള്ളിദേവി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് നിറവേറ്റി തരാതിരിക്കില്ല. അതുകൊണ്ടാണ് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ വള്ളിദേവിയോടും പറയുന്നത് കൊങ്കൈ കുറെ മങ്കയിന്ന്, അതായത് കുറത്തിയാണല്ലോ വള്ളിദേവി, അതുകൊണ്ടാണ് പറയുന്നത് കൊങ്കൈ കുറ മങ്കയിൻ. സന്തമണം എന്ന് പറയുന്നത് ചന്ദനമണം ദേവിയുടെ
ശരീരത്തുണ്ട് എന്നെല്ലാം നമുക്കിവിടെ അരുണഗിരിനാഥർ സ്വാമികൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ തിരുച്ചെന്തൂർ തിരുപ്പുകഴിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു തിരുപ്പുകൾ നിങ്ങൾക്ക് എപ്പോഴെല്ലാം ജപിക്കുവാൻ തോന്നുന്നു നിത്യവും ചൊല്ലാം. ഞാൻ ഇവിടെ പറയുന്നതെല്ലാം തിരുപ്പുകഴുകളും മന്ത്രജപങ്ങളും എല്ലാം ഈ ഷഷ്ടികാലത്ത് മാത്രമല്ല, എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോൾ ചൊല്ലാം. ഇനി സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അതിലേതെങ്കിലും ഒന്ന് ചൊല്ലാം. അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് പറയാം, മുരുക എന്ന് പറയാം, ഭജത് ഭൂവേ നമ എന്ന് പറയാം, ഓം സൗം ശരവണ ഭവ എന്ന് പറയാം, അയ്യും കിലിയും നമ എന്ന് പറയാം. അതുപോലെ തന്നെ ഓം മുരുക, ഗുരുമുരുക, അരുൾ മുരുക, ആനന്ദ മുരുക, ശിവശക്തി ബാലകനെ, ഷൺമുഖനെ, ഷടാക്ഷരനെ, എൻ വാക്കിലും നിனைവിലും നിன்று കാക്ക, ഓം ഐം ഹ്രീം വേൽ കാക്ക. ഈ മന്ത്രമെല്ലാം നമ്മൾ പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഇതും വേണം എന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ നാളത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നാളെ ഈ ഒരു തിരുപ്പുകൾ ജപിച്ചു നോക്കുക. നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും ഭഗവാൻ മാറ്റിത്തരുമെന്ന പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ സ്കന്ദഷഷ്ടി കാലം കഴിയുന്നതിന് മുന്നേ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഭഗവാൻ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുരുക ഭഗവാനെക്കുറിച്ച് ഇനി എന്ത് കഥകളാണ് വേണ്ടത്? മുരുക ഭഗവാന്റെ ഒരുപാട് മലകളുണ്ട്, 6 പടൈ വീടുകളുണ്ട്. ആ പടൈ വീടുകളിൽ ഏത് കഥകൾ വേണം? തിരുച്ചെന്തൂരിലെ വേണോ, പഴനി ക്ഷേത്രത്തിലെ വേണോ, തിരുപ്പരംകുன்றത്തിലെ വേണോ, തിരുത്തണകിയിലെ വേണോ, സ്വാമിമലയിലെ വേണോ എന്നിങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഏത് കഥകൾ വേണമെങ്കിലും താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. ഞാൻ സമയം കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ ഇടാം. കൂടാതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്കന്ദപുരാണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. നിങ്ങൾക്കും കൂടി താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഇടാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് ഒരുപാട് ലെങ്തായിട്ട് വരുന്ന വീഡിയോ ആയിരിക്കും. ഞാൻ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിങ്ങനെ പാർട്ടായി ഇടുന്ന സമയത്ത് ഒരു പക്ഷേ ചിലർക്കെങ്കിലും കഥകൾ മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഫുള്ളായിട്ട് ലെങ്തായിട്ടാണെങ്കിലും സാരമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമ.